السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് വെള്ളം, ശുദ്ധിയായ വെള്ളം, ശുദ്ധിയായ മറ്റു സാധനങ്ങളുമായി കലർന്നാൽ എന്താണ് അതിൻ്റെ വിധി എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ പല മസാലകളും മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജ്യൂസ് പോലുള്ള വസ്തുക്കൾ. നമുക്കറിയാം, ജ്യൂസിൽ കൂടുതലും വെള്ളമാണ് ഉണ്ടാവുക. ശുദ്ധിയായിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് ചേർക്കുക. ജ്യൂസിന് ഉപയോഗിക്കുന്ന ഫലങ്ങളാകട്ടെ അതും ശുദ്ധിയാണ്. മാമ്പഴം പോലെ, മുന്തിരി പോലെയുള്ള അതും ശുദ്ധിയാണ്. ഇതുപോലെയുള്ളവയെ കൊണ്ട് വുദു എടുക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെ കുളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരാളുടെ കയ്യിൽ സാധാരണ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമില്ല. അവന്റെ കയ്യിൽ ഇതുപോലുള്ള ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. പിന്നെ അവനക്ക് എന്താണ് ചെയ്യേണ്ടത്? അവൻ തയമ്മും ചെയ്യണം. എന്താണ് അതിനുള്ള തെളിവ്? ആദ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, വൈൻ കുന്തും മർലാ ഔ അലാ സഫരിൻ. തയമ്മുമിന്റെ ആയത്ത്, നിങ്ങൾ രോഗിയോ അല്ലെ യാത്രയിലോ ആയി നിങ്ങളുടെ വുദു നഷ്ടപ്പെട്ടാൽ, ഫലം തജിദൂ മാഅൻ, നിങ്ങൾ വെള്ളം കണ്ടില്ലെങ്കിൽ, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, ശുദ്ധിയായ നിലത്ത് നിന്നും നിങ്ങൾ തയമ്മും ചെയ്യുക. ശുദ്ധിയായ ഭൂമിയിൽ നിന്നും ചുമരിൽ നിന്നുമെല്ലാം നിങ്ങൾ തയമ്മും ചെയ്യുക. ഇതാണ് ആയത്ത്. ഇവിടെ വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള വസ്തുക്കൾ എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. ഈ അഭിപ്രായമാണ് ജുംഹൂറിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രധാനമായും മാലിക് മദ്ഹബിലും, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബിലും, ളാഹിരിയ്യ മദ്ഹബിലും, അബൂ ഹനീഫ ഇമാമിൽ നിന്ന് വന്ന ഒരു റിവായത്തും ഇപ്രകാരമാണ്. അതുപോലെ തന്നെ അബൂ യൂസുഫ് വത്തഹാവി, അതായത് അബൂ ഹനീഫയുടെ റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബിലെ രണ്ട് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ്. ഇവരെല്ലാവരും തെരഞ്ഞെടുത്തത് ഇപ്രകാരമാണ്. അതുപോലെ തന്നെ സലഫുകളിൽ നിന്നും ഇമാം അൽ ഹസൻ വ അതാ, അബി റബാഹ്, സുഫിയാൻ സൗരി, അബൂ യൂസുഫ് ഇസ്ഹാഖ്, അബൂ സൗർ വഗൈറുഹും, ഇവരെല്ലാവരും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചത്. ചുരുക്കം പറഞ്ഞാൽ, ഇതുപോലുള്ള വസ്തുക്കളെ കൊണ്ട് ശുദ്ധിയാകാൻ പാടില്ല, വുദു എടുക്കാൻ പാടില്ല. മറിച്ച് വെള്ളമില്ലെങ്കിൽ അവൻ തയമ്മം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത വിഷയം,
ഉപയോഗിച്ച വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നത്. ഒരാൾ വുളു എടുത്ത വെള്ളം അത് ഉപയോഗിക്കാൻ വീണ്ടും ആ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരാൾ ഒരു ബക്കറ്റിൽ, ചെറിയൊരു ബക്കറ്റിൽ വുളു എടുത്തു. അദ്ദേഹം വുളു എടുക്കാൻ ഉപയോഗിച്ച വെള്ളമെല്ലാം മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റി. ആ മാറ്റിവെച്ച ബക്കറ്റിലുള്ള വെള്ളമെല്ലാം അദ്ദേഹം വുളു എടുക്കാൻ ഉപയോഗിച്ചതാണ്, അല്ലെങ്കിൽ കുളിക്കാൻ ഉപയോഗിച്ച വെള്ളമാണ്. ആ വെള്ളം കൊണ്ട് മറ്റൊരു വ്യക്തി വുളു എടുക്കാൻ സാധിക്കുമോ, പറ്റുമോ, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അനുവദനീയമാണ്, അത് അനുവദനീയമാണ്, അതിന് പ്രശ്നമില്ല. കാരണം എന്താണ്? വെള്ളം അശുദ്ധിയാണ്. ഏതുവരെ? നമ്മൾ കഴിഞ്ഞ വെള്ളത്തിന്റെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക, നജസിന്റെ മണമോ രുചിയോ നിറമോ വെള്ളത്തിനുണ്ടായാൽ. ഉദാഹരണം, ഒരാൾ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരിച്ചു വെള്ളം കൊണ്ട്, ആ വെള്ളം അദ്ദേഹം എടുത്തു വെച്ചു, ശുദ്ധീകരിച്ച വെള്ളം. ഈ വെള്ളം കൊണ്ട് ഒതെടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. എപ്പോൾ? ആ വെള്ളത്തിൽ നജസിന്റെ മണമോ രുചിയോ നിറമോ ഉണ്ടെങ്കിൽ. മനസ്സിലായോ? ഇല്ലെങ്കിലോ ഒതെടുക്കാം. ഈ ഒരു മസലയിൽ ഇപ്രകാരമാണ് കൂടുതലും ജുംഹൂർ പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത വിഷയം, ഒരാൾ സംശയത്തിലായി വെള്ളം ശുദ്ധിയുള്ളതാണോ അതോ അതിൽ നജസ് കലർന്നിട്ടുണ്ടോ എന്നുള്ളത്. സംശയത്തിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അടിസ്ഥാനത്തിലേക്ക് മടക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. വെള്ളത്തിന്റെ അടിസ്ഥാനം അത് ശുദ്ധിയാണ്. അപ്പോൾ ആ വെള്ളം ശുദ്ധിയായ വെള്ളമായിക്കൊണ്ട് പരിഗണിക്കപ്പെടും, അത് ഉപയോഗിക്കാം. ഉദാഹരണം, മഴവെള്ളം ഒരു ബക്കറ്റിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അതിലൂടെ ഒരു നായി നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ആളുകൾക്ക്, അല്ല വീട്ടിലെ അത് ആ വെള്ളം നിറച്ചു വെച്ച വ്യക്തിക്ക് സംശയം, ആ നായി അതിൽ നിന്ന് കുടിച്ചോ ഇല്ലയോ എന്നുള്ളത്. കുടിച്ചാൽ വെള്ളം നജസാവും. കുടിച്ചോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളത് സംശയം. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വസ്വാസാണത്. നായി അല്ലെങ്കിൽ പട്ടി വീടിന്റെ സമീപത്തിലൂടെ നടന്നു പോയാൽ പിന്നെ വീട് മുഴുവൻ മണ്ണിട്ട് തേച്ച് മൂടുന്ന സ്വഭാവം കാണാൻ സാധിക്കും പല ആളുകൾക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ നായി കുടിച്ചോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്, ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കാം. കാരണം വെള്ളത്തിന്റെ അടിസ്ഥാനം അത് ശുദ്ധിയാണ്, തഹൂറാണ്. അടിസ്ഥാനത്തിലേക്കാണ് അത് മടക്കുക. അത് ഏത് വിഷയത്തിലും സംശയമുണ്ടായാൽ ഇപ്രകാരമാണ് നിലപാട് സ്വീകരിക്കുക. നമുക്കൊരു ഹദീസ് കാണാൻ സാധിക്കും ഒരു വിഷയത്തിൽ. عن عبد الله بن زيد الأنصاري رضي الله عنه قال അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ശുക്കിയ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരാൾ ഒരു അവലാദ് ബോധിപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? യുഖയ്യലു ഇലൈഹി അന്നഹു യജിദു ശൈഅ ഫി സ്വലാത്ത്, അദ്ദേഹത്തിന് നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അതായത് കീഴുവായി പോയോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം തോന്നിപ്പോവുക. എന്നാൽ പോയിട്ടുണ്ട് എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഉറപ്പുമില്ല. ഇങ്ങനൊരു സന്ദർഭം.
ഇത് പല ആളുകൾക്കും ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻസരിഫ്, നീ നിസ്കാരത്തിൽ നിന്നും തിരിഞ്ഞു പോകേണ്ടതില്ല. ഏതുവരെ? ഹത്താ യസ്മഅ സൗതൻ, കീഴ്വായുടെ ശബ്ദം കേൾക്കുന്നത് വരെ. ഔ യജിദ് റിഹൻ, അല്ലെങ്കിൽ മണം കിട്ടുന്നത് വരെ. ഇത് രണ്ടാലൊരു അനുഭവം ലഭിക്കുന്നത് വരെ നിസ്കാരത്തിൽ നിന്നും തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഈ ഹദീസിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു കായിദ പണ്ഡിതന്മാർ എടുത്തതായി കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വിഷയത്തിനും ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുക. ലാ യസൂലു ശക്കു ലാ യസൂലുൽ യഖീനു ബിശ്ശക്ക്, ദൃഢതമുള്ള കാര്യം സംശയം കൊണ്ട് നീങ്ങുകയില്ല എന്നുള്ള ഒരു കായിദ ഫിഖ്ഹിൽ നമുക്ക് കാണാൻ സാധിക്കും, അടിസ്ഥാന തത്വം. ഇതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക. അതായത് സംശയമുണ്ട്, ശുദ്ധിയുള്ള വെള്ളമാണോ ശുദ്ധി അല്ലാത്ത വെള്ളമാണോ എന്നുള്ള ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ അടിസ്ഥാനം ശുദ്ധിയുള്ളതാണ്, അത് സ്വീകരിക്കും. അതുപോലെ തന്നെ ഇനി അടിസ്ഥാനം അശുദ്ധിയായ വെള്ളമാണെങ്കിലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ നജസ് ഉള്ള വെള്ളം ഒരു ഭാഗത്തുണ്ടായിരുന്നു, അത് നജസുണ്ട് എന്നുള്ള ഉറപ്പാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് അതിലേക്ക് വെള്ളം അധികരിച്ചിട്ടുണ്ട്. അവർക്ക് സംശയമുണ്ട് ഇത് നജസുണ്ടോ നജസില്ല എന്നുള്ളത്. അപ്പോൾ ഏതാണ് സ്വീകരിക്കുക? നജസുണ്ട് എന്നുള്ള ദൃഢമായിട്ടുള്ള അഭിപ്രായം സ്വീകരിക്കും, അത് ഉപയോഗിക്കുകയില്ല. ഇപ്രകാരമാണ് ഈ ഒരു മസാല. ഇനി അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, രണ്ട് പാത്രത്തിൽ വെള്ളമുണ്ട്. ഇതിൽ ഒന്ന് നജസാണ് എന്നുള്ളത് അവൻക്ക് ഉറപ്പാണ്, ഒന്ന് നജസാണ് എന്നുള്ളത് ഉറപ്പാണ്, നജസ് കലർന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോ ഇതിൽ ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുമില്ല. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ അവൻ ഏതിലാ നജസുള്ളത് എന്നുള്ളത് ശക്തമായിക്കൊണ്ട് പരിശോധിച്ചതിന് ശേഷം നജസില്ലാത്തവയെ കൊണ്ട് ഒതു എടുക്കണം, അല്ലെങ്കിൽ കുളിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഈ ഒരു വിഷയത്തിൽ വന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാ ശക്ക അഹദുകും ഫീ സ്വലാത്തിഹി ഫലിയതഹറസ് സവാബ്. നിങ്ങളിൽ നിന്നും ആരെങ്കിലും അവന്റെ നിസ്കാരത്തിൽ സംശയമുണ്ടായാൽ, ഒന്നാണോ രണ്ടാണോ നിസ്കരിച്ചത്, അതല്ല മൂന്നാണോ രണ്ടാണോ നിസ്കരിച്ചത്, സുജൂദ് ചെയ്തോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായാൽ ഫലിയതഹറസ് സവാബ്, അതിൽ അവൻ പരിശോധിക്കട്ടെ, മറ്റു ചില അടയാളങ്ങൾ നോക്കിക്കൊണ്ട് പരിശോധിച്ച് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കട്ടെ. ഈ ഹദീസിൽ നിന്നുള്ള പൊതുവായിട്ടുള്ള ഹദീസിൽ നിന്നാണ് ഈ വെള്ളത്തിന്റെ വിഷയത്തിലും പണ്ഡിതന്മാർ തെളിവെടുത്തിട്ടുള്ളത്. ഇനി വസ്ത്രത്തിന്റെ വിഷയത്തിൽ സംശയമുണ്ടായി. നമുക്കറിയാം, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ വസ്ത്രത്തിൽ നജസ് പാടില്ല, ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് പാടില്ല. അപ്പൊ അതിൽപ്പെട്ടതാണ് വസ്ത്രം. ഒരാൾക്ക് 3 വസ്ത്രങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഇതിലൊന്ന്
മോഷ്ടിച്ച വസ്ത്രമാണ്. മറ്റൊന്നിൽ നജസുണ്ട്, മറ്റൊന്നത് ഒരു കുഴപ്പമില്ലാത്ത മോഷ്ടിച്ചതല്ല, നജസില്ലാത്ത വസ്ത്രമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയുന്നില്ല ഇതിലേത് വസ്ത്രമാണ് മോഷ്ടിച്ചത്, ഏത് വസ്ത്രമാണ് നജസുള്ളത്, ഏത് വസ്ത്രമാണ് ശുദ്ധിയായിട്ടുള്ളത് എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അവിടെ അവൻ പരിശോധിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പരിശോധിച്ച് അവനൊരു ഏറ്റവും സ്വീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലെത്തണം. ഏതാണ് ഏറ്റവും നല്ലത്, ഏതാണ് മോഷ്ടിക്കാത്തത്, ഏതിലും നജസില്ലാത്ത എന്നുള്ള അവസ്ഥയിലെത്തണം. എന്നിട്ട് അതെടുത്ത് ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം എന്നുള്ളതാണ്. ചില മദ്ഹബുകളിൽ, ഉദാഹരണ ഹംബലി മദ്ഹബിൽ കാണാൻ സാധിക്കും, ചില പണ്ഡിതന്മാർ പറയുന്നതായി, അങ്ങനെയാണെങ്കിൽ അവൻ 3 വസ്ത്രം ഇട്ടുകൊണ്ട് 3 നിസ്കാരം നിസ്കരിക്കണം. 3 നിസ്കാരം നിസ്കരിക്കണം, 3 ഇടണം. 5 വസ്ത്രത്തിലാണ് സംശയമെങ്കിലോ 5 ഓരോ വസ്ത്രമിട്ട് 5 നിസ്കാരം നിസ്കരിക്കണം എന്ന് ഹംബലി ഫിഖിൽ പറയുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ജുംഹൂറിന്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലും ഇബ്നു തൈമിയ്യ, ഇബ്നു ഉസൈമീൻ, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനുള്ള തെളിവ് നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെയാണ് പണ്ഡിതന്മാർ തെളിവാക്കുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അൽ ആസാറു എന്ന് പറയുന്ന വിഷയമാണ്. എന്താണ് ആസാർ എന്ന? ജംഉ സുഅർ, സുഅറിന്റെ ജംആണ് ആസാർ. അതായത് മനുഷ്യനോ മറ്റു ജീവികളോ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയുടെ ഹുക്മ, വിധി. മനുഷ്യൻ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയുള്ള പാത്രത്തിലോ അതുപോലെ തന്നെ കോപ്പയിലോ എല്ലാം ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ വിധി എന്താണ്? ഇനി അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ബാക്കി. പല ആളുകൾക്കും നമുക്ക് മടി ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒരാൾ ബാക്കി വെച്ചത് കഴിക്കാൻ ഒരു മടി, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ആ മടി എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ കുടുംബക്കാർ ബാക്കി വെച്ചാലോ ആവാറില്ല. പുറത്തുള്ളൊരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ ബാക്കി വെച്ചത് കഴിക്കാൻ പലപ്പോഴും നമുക്ക് മടി ഉണ്ടാവാറുണ്ട്. എന്താണ് അതിൽ വിധി? അതിന്റെ വിധി എന്താണ്? അടിസ്ഥാനത്തിൽ അത് താഹിറാണ്, ശുദ്ധിയുള്ളതാണ്. ശുദ്ധിയാണ് ആ ഭക്ഷണം. മുസ്ലിമിൻ്റെതാകട്ടെ കാഫിറിൻ്റെതാകട്ടെ, ജുനുബൻ ഔ ഹായിലൻ, ജനാപത്തുകാരനാകട്ടെ ഹൈലുള്ളവളാകട്ടെ, ഏതവസ്ഥയിലും അത് താഹിറാണ് എന്നുള്ള അഭിപ്രായമാണ്. ഈ അഭിപ്രായമാണ് 4 മദ്ഹബിലെയും അറിയപ്പെട്ട അഭിപ്രായം. അതുപോലെ തന്നെ ലാഹിരി മദ്ഹബിന്റെ അഭിപ്രായം ഇപ്രകാരമാണ്. ഇബ്നു ഖുദാമ റഹ്മഹുല്ല അൽ മഖ്ദിസി റഹ്മഹുല്ല പറയുന്നതായി കാണാൻ സാധിക്കും, അൽ ആദമിയു ഫഹുവ താഹിറുൻ വസുറുഹു താഹിറുൻ. മനുഷ്യൻ ശുദ്ധിയുള്ളതാണ്. മനുഷ്യന് ഉപയോഗിച്ചതിന്റെ ബാക്കിയും ശുദ്ധിയുള്ളതാണ്. സവാഅൻ കാന മുസ്ലിമൻ ഔ കാഫിറ, മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും അത് അപ്രകാരം തന്നെയാണ്. ഇൻദ ആമതി അഹ്ലിൽ ഇൽം, പൊതുവായിട്ടുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ, കൂടുതൽ പണ്ഡിതന്മാരുടെയും അടുക്കൽ അപ്രകാരമാകുന്നു. ഇനി എന്താണ് അതിനുള്ള തെളിവ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മുന്നിട്ടു. വനബിനു അശ്രിൻ, അനസ് മാലിക് റളിയല്ലാഹു തആല അൻഹു പറയും, എനിക്ക് ആ സമയത്ത് 10
വയസ്സായിരുന്നു. വമാത അനബിനു 20, ഞാൻ മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എനിക്ക് 20 വയസ്സായിരുന്നു. വകുന്ന ഉമ്മഹാതി യഹ്സുസ്നനി അലാ ഖിദ്മതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ എൻ്റെ മാതാക്കൾ, അതായത് ഉമ്മയും അതുപോലുള്ള ആ സ്ഥാനത്തുള്ള സ്ത്രീകൾ എന്നെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഹലബ്നാ ലഹു മിൻ ഷാത്തിൻ ദാജിനിൻ, ഞങ്ങൾ അദ്ദേഹത്തിന് ആടിൽ നിന്നും പാല് കറന്നു കൊടുത്തു. ആ പാല് കറന്നു കൊടുക്കുമ്പോൾ വശീബ ലഹു മിൻ ബിഅരിൻ ഫിദ്ദാർ, വീട്ടിലുള്ള കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളം ആ പാലിൽ കലർത്തി. ഫശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ പറയുന്ന സന്ദർഭത്തിൽ അബൂബക്കറുൻ അൻ ശിമാലിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്തായിരുന്നു. ഇടതുഭാഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. വലതു ഭാഗത്ത് മറ്റൊരു അറാബിയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് അഅതി അബൂബക്കറിൻ, അല്ലാഹുവിന്റെ റസൂലെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താങ്കൾ നൽകൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു അറാബിയൻ അൻ യമീനിഹി, വലതു ഭാഗത്തുള്ള അറാബിക്ക് റസൂൽ കുടിച്ചതിന്റെ ബാക്കി കൊടുത്തു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐമനു ഫൽ ഐമൻ, വലതിൽ നിന്ന് വലതിലേക്ക്. ഈ ഹദീസിൽ നിന്ന് തെളിവാണ്, ഒരാൾ കുടിച്ചതിന്റെ ബാക്കി പാത്രം മാറ്റാതെ തന്നെ അതിന്റെ ബാക്കി തന്നെ കുടിക്കാം, ഭക്ഷിക്കാം എന്നുള്ളത്. മനസ്സിലായോ? അതിൽ തെറ്റില്ല, അതൊരു കുറവായിട്ട് ദീനുൽ ഇസ്ലാം പരിഗണിക്കുന്നില്ല. മനുഷ്യൻ്റെതാണോ ബാക്കി കഴിക്കാം. മനുഷ്യന്റെ തുപ്പല് വീണിട്ടുണ്ടെങ്കിലോ കഴിക്കാൻ പറ്റുമോ? പറ്റും. നജസല്ല, അനുവദനീയമാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ പരമാവധി നമ്മൾ മടി ഒഴിവാക്കണം. ഇനി അടുത്ത വിഷയം, മനുഷ്യൻ ഭക്ഷിക്കുന്ന ജീവികൾ ഭക്ഷിച്ചതിന്റെ ബാക്കി. ഉദാഹരണം, പോത്ത്, പശു, ആട്, ഒട്ടകം, കുതിര, ഇതിന്റെ എല്ലാം അവ ഭക്ഷിച്ചതിന്റെ ബാക്കിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ആദ്യം മസ്അല തസവ്വുർ എന്ന് പറയും. ഫിഖ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം മസ്അല ചിത്രീകരിക്കണം, എന്താണ് മസ്അല എന്നുള്ളത്. പിന്നീട് അതിന് ഹുക്മ്, വിധി എന്താണെന്ന് പഠിക്കണം. ആ വിധിക്കുള്ള തെളിവും പഠിക്കുക. അത്രേ ഉള്ളൂ. ഓരോ മസ്അല ഇപ്രകാരം പഠിച്ചു പോയാൽ എല്ലാ വിഷയത്തിലും അവൻ, ഫിഖിലെ എല്ലാ കാര്യങ്ങളിലും അവൻ ഇത് പഠിച്ചു പോയാൽ അവൻ ഫഖീഹാവും, കർമ്മശാസ്ത്ര പണ്ഡിതനായി മാറും. ഇനി അതിൽ ഖിലാഫ് കൂടി പഠിച്ചാലോ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പഠിച്ചാൽ, അവരുടെ തെളിവുകളും പഠിച്ചാൽ അവനക്ക് വലിയ ഇൽമുണ്ടായിരിക്കും. മഹാന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ പോലെ, പിന്നീട് വന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെ പിന്നീട് വന്ന ഒരുപാട്, അവർക്കെല്ലാം എല്ലാ മദ്ഹബിലുള്ള അഭിപ്രായങ്ങളും അതിലെ വ്യത്യാസങ്ങളും അവരുടെ തെളിവുകളും ആ തെളിവുകൾക്കുള്ള അപാകതകളും എല്ലാം അവർക്ക് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. അല്പം ചോറ് പുറത്ത് വെച്ചിരുന്നു. എന്തെങ്കിലും കാര്യത്തിനുള്ളിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു, വീടിൻ്റെ അകത്ത് ചോറ് പുറത്ത് വെച്ചിരുന്നു. പശുള്ള വീടായിരുന്നു. പശു വന്ന് ആ ചോറ് കഴിച്ചു, കുറച്ച് ഭാഗം. ആ ബാക്കിയുള്ള ചോറ് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് വിഷയം. അത് നജസാകുമോ ഇല്ലയോ? നജസാകുകയില്ല.
നജസ് ആവുകയില്ല, അത് ശുദ്ധിയാണ്. എന്താണ് അതിൻ്റെ തെളിവ്? ഇജ്മാ, പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ് ഉള്ളത്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് 3 പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നാമത് ഇബ്നുൽ മുൻദിർ റഹ്മഉല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ഹസ്ം റഹ്മഉല്ലാ, അതുപോലെ തന്നെ ഇബ്നു റുഷ്ദ് റഹ്മഉല്ലാ, ഇവർ 3 പേരും ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് മനുഷ്യൻ മാംസം കഴിക്കുന്ന ജീവികൾ കഴിച്ചതിൻ്റെ ബാക്കി ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? മനുഷ്യൻ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? പോത്ത്, ആട്, ഒട്ടകം, അതുപോലെ തന്നെ കുതിര, അതുപോലെ തന്നെ മാന്, മുയല്, കോഴി, ഇതെല്ലാം കഴിച്ചതിന്റെ ബാക്കി മനുഷ്യന് കഴിക്കൽ അനുവദനീയമാണ്. അത് ശുദ്ധിയാണ്. മനസ്സിലായോ? ഇനി മനുഷ്യൻ മാംസം കഴിക്കാത്ത ജീവികൾ ഭക്ഷിച്ചതിന്റെ ബാക്കി കഴിക്കുന്നതിന്റെ വിധി. ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മനുഷ്യൻ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നതിന്റെ വിധി. അതെന്താണ്? ശുദ്ധിയാണ്, കഴിക്കാം. രണ്ടാമത്തേത് മനുഷ്യൻ മാംസം കഴിക്കുന്ന ജീവികൾ ഭക്ഷിച്ചതിന്റെ ബാക്കി കഴിക്കുന്നതിന്റെ വിധി. അതും കഴിക്കാം, അനുവദനീയാണ്, അതും ശുദ്ധിയാണ്. ഇനി മൂന്നാമത്തേത് മനുഷ്യൻ മാംസം കഴിക്കാത്ത ജീവികൾ ഭക്ഷിച്ചതിന്റെ ബാക്കി. അതിൽ നമുക്ക് 2 തരംതിരിക്കാം. ഒന്നാമത്തേത് നായി, പന്നി, ഈ 2 ജീവികൾ ഭക്ഷിച്ചതിന്റെ ബാക്കി. അതെന്താണ്? ശുദ്ധിയാണോ അശുദ്ധിയാണോ എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. അതെന്താണ്? നജസാണ്, കഴിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഈ അഭിപ്രായമാണ് മദ്ഹബിലെ പ്രധാനപ്പെട്ട 3 മദ്ഹബുകളുടെ അഭിപ്രായം. ഹനഫി, ഷാഫിഈ, ഹംബലി. മാലിക്കി മദ്ഹബിലെ ഇബ്നു റുഷ്ദ് അൽ ഹഫീദ് റഹ്മഹുല്ലാ ഈ ഒരു അഭിപ്രായത്തിലേക്കാണ് ചാഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർ മറ്റൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. ഇനി സുന്നത്തിൽ നിന്നുള്ള തെളിവ് എന്താണ് ഈ വിഷയത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശരിബൽ കൽബു ഫീ ഇനാഇ അഹദികും, നായ നിങ്ങളിൽ നിന്നുള്ള ആരുടെയെങ്കിലും പാത്രത്തിൽ നിന്നും കുടിച്ചാൽ ഫൽയഗ്സിൽഹു 7 മർറാത്ത്, അതിനെ 7 പ്രാവശ്യം കഴുകണം. മറ്റു ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും വഊലാഹുന്ന ബിത്തുറാബ്, അതിലൊന്നാമത്തേത് മണ്ണുകൊണ്ട്. ചിലതിൽ കാണാൻ സാധിക്കും വൗഖ്റാഹുന്ന ബിത്തുറാബ്, അതിലവസാനത്തേത് മണ്ണുകൊണ്ട് എന്നെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഹദീസിന് തെളിവെടുത്തത്? നായി തലയിട്ടാൽ എന്തായി? അവിടെ നജസായി. അതുകൊണ്ടാണ് 7 പ്രാവശ്യം കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. മറ്റുള്ള ജീവികൾക്ക് ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? പൂച്ച, അതുപോലെ തന്നെ കഴുത, ഇല്ല, കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നജസാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പന്നിയുടെ വിഷയത്തിൽ പന്നി കഴിച്ചതിന്റെ ബാക്കി നജസാണോ അല്ലയോ? അപ്പോൾ പന്നി വെള്ളം കുടിച്ചു, അതിന്റെ ബാക്കി നജസാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കൂടുതൽ പണ്ഡിതന്മാരും പോയിട്ടുള്ളത്
പന്നി അടിസ്ഥാനപരമായിക്കൊണ്ട് നജസിൽപ്പെട്ടതാണ്, നജസാണ്. കാരണം എന്താണ്? സൂറത്തുൽ അൻആമിലെ 145-ാമത്തെ വചനം ഫൈന്നഹു രജ്സുൻ എന്ന് പറയുന്ന ആയത്തിൽ നിന്നാണ് അവർ തെളിവെടുക്കാറുള്ളത്. അതിന്റെ തുപ്പലം, പന്നിയുടെ തുപ്പൽ, ഇതും നജസാണ്. കാരണം അടിസ്ഥാനപരമായിക്കൊണ്ട് നജസായ ജീവിയിൽ നിന്ന് വരുന്ന വസ്തുക്കളെല്ലാം നജസായിരിക്കും, നായുടെ പോലെ തന്നെ. അടിസ്ഥാനപരമായി കൊണ്ട് ശുദ്ധിയുള്ള മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന തുപ്പലം നജസല്ല, ശുദ്ധിയുള്ളതാണ്. നജസല്ല, ശുദ്ധിയുള്ളതാണ്. ഇനി മറ്റു ജീവികൾ അതായത് പന്നിയോ നായയോ അല്ല, എന്നാൽ നമ്മൾ കഴിക്കാത്ത ജീവികൾ ഏതുപോലെ? ചെന്നായ പോലെ, പുലികൾ പോലെ, സിംഹം പോലെ, അതുപോലെ തന്നെ പരുന്ത്, കഴുകൻ, ഇതുപോലുള്ള ജീവികൾ, നഖങ്ങൾ കൊണ്ടും വേട്ടയാടുന്ന ജീവികൾ, ഇവ കഴിച്ചതിന്റെ ബാക്കി എന്താണ് വിഷയം എന്നുള്ളതാണ്. താഹിറത്തുൻ കുല്ലുഹ, എല്ലാം ശുദ്ധിയുള്ളതാണ്. അതിൽ പ്രശ്നമില്ല. പന്നിയോ നായയോ ഒക്കെയുള്ള ബാക്കി ജീവികൾ ശുദ്ധിയുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഇമാം അഹ്മദ് നംബർ റഹ്മത്തുള്ളാഹിയിൽ നിന്നും ഒരു അഭിപ്രായം ഇപ്രകാരം എന്നതായി കാണാൻ സാധിക്കും. ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ളാഹിരി മദ്ഹബുകാരനായ ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി ഇതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലുള്ള ഫത്വ പണ്ഡിത സഭയായ ലജ്നത്തു ദായിമ ഇപ്രകാരമാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. അതിന് അവർ പല രൂപത്തിലുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഖിയാസായിട്ടും പറയുന്നുണ്ട്. ഇനി മറ്റൊരു വിഭാഗം ജീവികളുടെ അവർ കഴിച്ചതിൻ്റെ ബാക്കി, അവരാണ് തവ്വാഫ എന്ന് പറയും. മനുഷ്യനുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവികൾ, വേട്ടയാടുന്നവരല്ല, എന്നാൽ മനുഷ്യനുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവികൾ. ഏതുപോലെ? പൂച്ച സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നൊരു വിഷയമാണിപ്പോൾ. പൂച്ച അകത്ത് കയറും. പൊരിച്ച മീനുകളിൽ നിന്നും ഏതാനും മീനുകൾ കഴിക്കും. അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അതിലൊന്ന് തലയിടും, ഇഷ്ടമുള്ളത് കഴിക്കും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അവിടെ എന്താണ് നിലപാട് എന്നുള്ളതാണ്. അവിടെ ശുദ്ധിയാണ്. പൂച്ച കഴിച്ചതിന്റെ ബാക്കി ശുദ്ധിയാണ്. ഈ വിഷയത്തിൽ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. ജുംഹൂറിന്റെ അഭിപ്രായം, മാലിക്കി മദ്ഹബ്, ഷാഫിഈ, ഹംബലി, അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽ നിന്നും അബൂ യൂസുഫ് എന്ന് പറയുന്ന പണ്ഡിതന്റെ അഭിപ്രായവും അപ്രകാരമാണ്. അതിന് ഹദീസിൽ നിന്നും തെളിവെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അൻ കബ്ശത ബിൻത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസാണ്. അന്ന അബാ ഖതാദ ദഖല അലൈഹ, അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹ അവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഈ ഹദീസിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, പൂച്ച അദ്ദേഹത്തിന് വേണ്ടി വുദൂവിനുള്ള വെള്ളം എടുത്തു കൊടുത്തു. ഈ സമയത്ത് അവർ പറഞ്ഞു, പൂച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൂച്ചയിൽ നിന്നും പൂച്ചക്ക് ആവശ്യമുള്ള വെള്ളം പൂച്ചക്ക് ചെരിച്ചു കൊടുത്തു. അതായത് കുടിക്കുന്ന പാകത്തിനുള്ള രൂപത്തിൽ പൂച്ചക്ക് വെച്ചു കൊടുത്തു.
അത് കുടിക്കുന്നത് വരെ. എന്നിട്ട് ഫഖാലത്ത് കബിഷ അവർ പറഞ്ഞു, ഫറആനി അൻദുറു ഇലൈഹി, ഞാൻ അവരിലേക്ക് നോക്കുന്നതായി. അത് അബൂ ഖതാദയിലേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, അതഅജബീന യ ബിൻത അഖി, സഹോദര പുത്രിയെ, ഇതിൽ നിന്നും താങ്കൾ അത്ഭുതപ്പെട്ടോ? ഫഖാലത്ത്, അവർ പറഞ്ഞു, നഅം, അതെ. അതായത് സംഭവം ഇതാണ്. അബൂ ഖതാദ റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു കബിശത്ത് ബിൻത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ അവരുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. വുളു എടുക്കാനുള്ള വെള്ളം അബൂ ഖതാദക്ക് വേണ്ടി കബിശ അവർ കൊടുത്തു. ഈ സമയത്ത് പൂച്ച വരികയും ഈ വെള്ളത്തിൽ നിന്നും പൂച്ച കുടിക്കാൻ അബൂ ഖതാദ വെച്ചു കൊടുത്തു. പൂച്ച അതിൽ നിന്നും കുടിച്ചു. അപ്പോൾ ആ വെള്ളം എന്തായി? പൂച്ച കുടിച്ചതിൻ്റെ ബാക്കിയായി. മനസ്സിലായില്ലേ? പൂച്ച കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയായി. അദ്ദേഹം വുളു എടുക്കാൻ ഉദ്ദേശിച്ച വെള്ളവുമാണ്. അപ്പോൾ കബിശ അവർക്ക് അത്ഭുതമായി. കാരണം എന്താണ്? പൂച്ച കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് വുളു എടുക്കുകയോ എന്നുള്ളൊരു അത്ഭുതം. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നഹാ ലൈസത് ബിനജിസ്, പൂച്ച എന്തല്ല? നജിസല്ല. ഇന്നഹാ വഫാത്ത്, തീർച്ചയായിട്ടും അവർ നിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന ജീവികളാണ്. ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് പൂച്ചയുടെ തുപ്പൽ, പൂച്ച നക്കിയത്, പൂച്ച തൊട്ടത്, ഇതൊന്നും എന്തല്ല? നജിസല്ല. നജിസല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിൽ നിന്നും തെളിവെടുക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലല്ല, പണ്ടുണ്ടായിരുന്നതായിരുന്നു അൽ ബഗൽ, കോവർ കഴുത. അതുപോലെ തന്നെ കഴുത. പണ്ട് കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇതുപോലുള്ള ജീവികളായിരുന്നു. ഇവർ ഭക്ഷിച്ചതിൻ്റെ ബാക്കി എന്താണ് വിഷയം എന്നുള്ളതാണ്. അതും ശുദ്ധിയുള്ളതാണ്. ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ ഇപ്രകാരമാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. അതിന് ഹദീസുകളിൽ നിന്നും ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവയുടെ പിന്നിൽ മുകളിൽ കയറി യാത്ര ചെയ്തു എന്നുള്ള വിഷയത്തിൽ. അടിസ്ഥാനപരമായി കൊണ്ട് നജസുള്ള ജീവികളാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്താൽ അതിന് നജസുകൾ ശരീരത്തിൽ പറ്റും. അതുകൊണ്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് ശുദ്ധിയാണ് എന്നുള്ളത് ഹദീസുകളിൽ നിന്നും തെളിവെടുക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت ولي ومولاها. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.